സാറ് തിരുവനന്തപുരത്ത് 2 കോളേജിൻ്റെ KSU ചെയർമാനായിരുന്ന വ്യക്തിയാണ്. ആ ഒരു പൊളിറ്റിക്സും പഠനവും സാറിൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന കാര്യങ്ങളൊന്ന് പറയാമോ? പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പൊതുവേ വീട്ടുകാരും അച്ഛനമ്മമാരും ടീച്ചേഴ്സും പൊളിറ്റിക്സ് പാടില്ല എന്ന് കുട്ടികളോട് പറയുന്നത് അവർ കാണുന്ന പൊളിറ്റിക്സാണ്, കക്ഷി രാഷ്ട്രീയം. പരസ്പരം കാല് തല്ലി പിടിക്കുന്നതാണ്, മണ്ട അടിച്ചു പൊട്ടിക്കുന്നതാണ് രാഷ്ട്രീയമെന്ന് കാണുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ ആയിരുന്നു ചിലപ്പോൾ എൻ്റെ മോനെ ഞാൻ രാഷ്ട്രീയത്തിൽ വിടാമെന്ന് ഭയന്നേനെ. ഞാനൊക്കെ പഠിക്കുന്ന കാലം തൊട്ട് 80-കൾ തൊട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തെ SFIയുടെ അക്രമം വളരെ കഷ്ടമാണ്. കോളേജുകളിൽ നമ്മൾ ഒരു കാരണമല്ല നമ്മൾ ആക്രമിച്ചു കളയും. അപ്പോൾ അത് കാരണം പലർക്കും രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല. എനിക്കറിയാം, എന്നേക്കാൾ വളരെ സമർത്ഥരായിട്ടുള്ളവർ KSUവിലെ കൊണ്ടായിരുന്നൊരു ഭയന്ന് രാഷ്ട്രീയം നിർത്തിയവരോ അല്ലെങ്കിൽ രാഷ്ട്രീയം മോശമാണെന്ന് വിചാരിച്ചൊക്കെ നിർത്തിയവരൊക്കെ ഉണ്ട്. സമ്പത്ത് MP ആയിരുന്ന സമ്പത്തിന് അദ്ദേഹം MAക്ക് പഠിക്കുമ്പോൾ ഒരു പ്രീഡിഗ്രിക്കാരൻ തോൽപ്പിച്ചിട്ടുണ്ട് ആർട്സ് കോളേജിൽ. ഓക്കെ. രജിത് തിരൻ എന്ന് പറഞ്ഞിട്ട്. രജിത് തിരൻ അലക്സാണ്ടർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു MLA യോ മന്ത്രിയോ MP ഒക്കെ ആയി കേന്ദ്രമന്ത്രി. ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരുപോലെ പ്രസംഗിക്കുന്ന ഒരാളായിരുന്നു. അയാളിപ്പോൾ ഇവിടെ ഓക്സ്ഫോർഡിലാണ്. ഓക്സ്ഫോർഡ് പുസ്തകങ്ങളൊക്കെ എഴുതുന്ന സൈക്കാട്രിസ്റ്റാണ്. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഈ ഒരു സൈഡിൽ രാഷ്ട്രീയത്തിൽ വളരാൻ ആരെയും സമ്മതിച്ചിട്ട് അതിൻ്റെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇതിനെയൊക്കെ അതിജീവിച്ചിട്ടാണ് ഇവിടെ നമ്മൾ കാണുന്ന ചെറുപ്പക്കാരും ഷാഫി പറമ്പിൽ പോലുള്ളവരെ കൊണ്ടായി വരുന്നത്. ക്യാമ്പസുകളിൽ ജീവിക്കാൻ സമ്മതിക്കില്ല. എനിക്കിപ്പോഴും അതിശയമാണ് എൻ്റെ കയ്യിലെല്ലാ വിരലും ഉള്ളത്. അത്ര സൂക്ഷിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ വെട്ടും കുത്തും കൂടെ പഠിച്ചവർക്ക് പലർക്കും കൈ വളയില്ല, വിരൽ വളയില്ല. അത് ഭയങ്കര പ്രശ്നമായിരുന്നു.